ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LPയുടെയും UPയുടെയും നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ പരീക്ഷ അപേക്ഷിക്കേണ്ട സമയമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. കുറേ പേര് പിന്നീട് അപേക്ഷിക്കാം, നാളെ അപേക്ഷിക്കാം എന്ന രീതിയിൽ തിരക്കുകളിലൊക്കെ പെട്ട് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകും, മറന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നാളെ ജാനുവരി 31 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് നമുക്ക് LPയുടെയും UPയുടെയും നോട്ടിഫിക്കേഷൻ അയക്കാനുള്ള സമയം. നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ നാളത്തെ ആ ഒരു ദിവസത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. വൺ ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ആ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്ലൈ ചെയ്യുന്നത് എന്ത് ചെയ്യണം, നാളെ 31 നാളെ 31 എന്ത് ചെയ്യുക, അപേക്ഷ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 31/1/2024 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് അതിൻ്റെ ഒരു PDF അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, PDF ആയിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റായിട്ടോ എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വയ്ക്കുക. അത് ആവശ്യം വരും. ചിലപ്പോഴേ ആവശ്യം വരുള്ളൂ എന്ന് വെച്ച് അത് എടുക്കാതിരിക്കരുത്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ PSCയുമായിട്ട് ഒരു വാദം നടത്തണമെങ്കിൽ ഇത് ആവശ്യമാണ്. കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ വേറൊരു കാര്യം പറയാം. TTC കഴിഞ്ഞ ഒരാളാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാറ്റഗറി 1 or 2 ഏതായിക്കോട്ടെ, നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളത് കൊണ്ട് UP അയക്കാൻ കഴിയില്ല എന്നൊക്കെ വിശ്വസിച്ച് കുറേ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ TTC കഴിഞ്ഞതാണോ, നിങ്ങൾക്ക് LPയും എഴുതാം UPയും എഴുതാം. പക്ഷെ എന്തുണ്ടായിരിക്കണം, കേട്ടിട്ടുണ്ടായിരിക്കണം. അത്ര മാത്രമേ അവിടെയുള്ളൂ. ഇനി BEd കഴിഞ്ഞ ആളാണെങ്കിൽ ദയവ് ചെയ്ത് LP നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട, കാരണം അത് എഴുതാൻ കഴിയില്ല. ഇനി അഥവാ അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഉണ്ട് എന്ന രീതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് തീർത്തും തെറ്റായ കാര്യമാണ്. അതെന്ത് ചെയ്യാൻ പാടില്ല, ആ പരീക്ഷ നിങ്ങൾ എഴുതാൻ പാടില്ല, കൺഫർമേഷൻ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ആദ്യ സ്റ്റേജ് അപേക്ഷ അയക്കുക എന്നുള്ളതാണ്. അപേക്ഷ വൃത്തിയായി അയച്ചിട്ടുണ്ടോ, കൃത്യമായിട്ട് അപേക്ഷ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് കൂടി ഉറപ്പുവരുത്താനുള്ള സമയമുള്ളൂ, നാളെ കൂടിയേ ഉള്ളൂ. നാളത്തേക്ക് വെക്കേണ്ട, ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈലിൽ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കഫേയിൽ പറഞ്ഞിട്ടായിരിക്കാം. ഒന്നുകൂടി ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം സമാധാനമായിട്ടിരുന്നും പഠിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഒരു ജില്ല നിങ്ങൾ തിരഞ്ഞെടുത്തു, ഏത് ജില്ലയാണെങ്കിലും കട്ട് ഓഫ് സാധാരണ ഈ നമ്മുടെ പരീക്ഷയിൽ കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെയായിരിക്കും, ഉയർന്നു വരികയുള്ളൂ, താന്നു പോകാൻ സാധ്യതയില്ല. ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. ആപ്ലിക്കേഷൻസിൻ്റെ എണ്ണം കൂടുകയുള്ളൂ, കുറയത്തില്ല കേട്ടോ. എന്തായാലും കുറയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആപ്ലിക്കേഷൻ എണ്ണവും കൂടി കട്ട് ഓഫും കൂടും എന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, മത്സരം കൂടുതലായിരിക്കും. അപ്പോൾ ഈ നല്ല മത്സരമുള്ള ഈ പരീക്ഷയിൽ നമ്മൾ ആഗ്രഹിച്ച വിജയം നേടിയെടുത്ത് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് ഒരു ജോലിക്ക് കയറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് വളരെ വൃത്തിയായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ചെയ്യുക, വലിയ പണിയൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് അപേക്ഷ അയക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി അപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ടിരുന്ന് പഠിച്ചോളുക. LP UPക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോഴ്സ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും തുടക്കക്കാർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള
ഒരു മെൻറ്റർ സപ്പോർട്ടോട് കൂടിയ പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്നലെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ചു തുടങ്ങാം. പരീക്ഷ വരെ നമ്മൾ കൂടെ ഉണ്ടായിരിക്കും. ഫുൾ സിലബസും സ്കൂൾ പാഠപുസ്തകവും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാമുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന +2 ഡിഗ്രി ലെവൽ എക്സാമുകളുണ്ടല്ലോ, ജനറൽ എക്സാമുകൾ, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ പരീക്ഷ പാറ്റേൺ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കറണ്ട് അഫേഴ്സിന് അതിയായ പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു കോഴ്സാണ്. ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വരിക. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 2000 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയാനോ അഡ്മിഷൻ എടുക്കാനും ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. അപ്പോൾ TTC കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് LPയും UPയും അപ്ലൈ ചെയ്തുകൊള്ളുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. B.Ed ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ UP മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്ത പരീക്ഷ വരുമല്ലോ HSA, അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.